ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മനോഹറിന്റെ അടുത്ത് മനോഹറാണെങ്കിൽ മനോഹറിനെ കൂട്ടിക്കൊണ്ടിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാട്ടോ. അവിടെ കിരണും കല്യാണിയും കൂടി വരുമ്പോഴേക്കും മനോഹർ പറയുന്നുണ്ട്, ഇവരെന്താ ഇവിടെ എന്ന് പറയുമ്പോ, നിന്റെ അമ്മാവിന്റെ മോളല്ലേടാ അത് എന്ന് പറയുമ്പോഴേക്കും മനോഹർ ഒന്നും മിണ്ടുന്നില്ല. മരിയ പറയണ്ടല്ല, നീ കുറച്ച് ദിവസം മുമ്പ് ഇത് നിന്റെ അമ്മാവിന്റെ മോളെന്ന് പറഞ്ഞിട്ടല്ലേ എനിക്ക് കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കിരൺ അങ്ങനെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. മരിയോട് ചോദിക്കണം, മേഡത്തിന് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. മനസ്സിലായി, കിരൺ അല്ലേ? അതെ. അല്ല മേഡം, ഇത് മേഡത്തിന്റെ ആരാ? ഇതെന്റെ ഭർത്താവാ, എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാ എന്ന് പറയാണ്. അപ്പോഴേക്ക് മനോഹരൻ അടിമുടി നോക്കാണ് കിരൺ കേട്ടോ. ശേഷം കിരൺ ചോദിക്കണം, അല്ല മേഡം, കഴിഞ്ഞ ദിവസം മേഡം ഞങ്ങളുടെ കമ്പനിയിൽ കൺസ്ട്രക്ഷൻ വർക്കിനെ വരാതെ വിട്ട് പിന്നീട് വിളിച്ചുമില്ല, വന്നുമില്ല, എന്തു പറ്റി മേഡം? അത് വേറൊന്നല്ല, എന്റെ ഭർത്താവ് പറഞ്ഞു ആ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യണ്ട, ഇദ്ദേഹത്തിന് വേറൊരു നല്ലൊരു ആളെ അറിയാം, അപ്പൊ അവിടെ പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു, അതാ ഞാൻ വരാതിരുന്നത്. ഓഹോ, നീ അങ്ങനെ പറഞ്ഞു? എന്താണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ, എന്താണ് നീ കണ്ട കുഴപ്പം എന്ന് കിരൺ ചോദിക്കുമ്പോ മനോഹർ ഒന്നും മിണ്ടുന്നില്ല. കല്യാണി ചോദിക്കണ്ടേ, അല്ലടാ മനോഹറെ, ഇത് നിന്റെ എത്രാമത്തെ ഭാര്യയാടാ എന്ന് ചോദിക്കാണ്. മനോഹർ ആകെ ഇരുന്ന് വിയർക്കുവാട്ടോ. മരിയ പറയണ്ടേ, നിങ്ങൾ എന്തൊക്കെയാ പറയണത്? എത്രാമത്തെ ഭാര്യയാണോ? ഞാനാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ, ഒരേ ഒരു ഭാര്യ, എന്റെ ഒരേ ഒരു ഭർത്താവ് അയാള് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ട്, അല്ലല്ലോ മേഡം, മേഡത്തിന് തെറ്റി, ഇത് മേഡത്തിന്റെ ഭർത്താവായിരിക്കാം, പക്ഷെ ഇയാൾക്ക് ഭാര്യ മാത്രമായിട്ട് മേഡം മാത്രല്ല ഒത്തിരി പെണ്ണുങ്ങളുണ്ട്. ഇവിടെ മാത്രല്ല, ഈ കേരളത്തിൽ മാത്രല്ല, ഇന്ത്യ മൊട്ടാകെ, ലോകം മൊത്തം ഇവന് ഒരുപാട് ഭാര്യമാരുണ്ട്. അവനങ്ങനെ ജാതി മത ഇതൊന്നും ഇല്ല, എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയാണ് അവൻ കാണുന്നത്. അവന്റെ നാവുണ്ടല്ലോ, നാവ് വെച്ച് പെണ്ണുങ്ങളെ വലയിൽ വീഴ്ത്തി അവൻ വീഴ്ത്തിക്കളയും. ഞാനിതൊന്നും വിശ്വസിക്കില്ല എന്ന് മരിയ പറയാണ്. സംശയം ഉണ്ടെങ്കിൽ മേഡം തന്നെ ചോദിക്കൂ എന്ന് പറയാണ്. അങ്ങനെ മരിയ ചോദിക്കണ്ട്, എടാ മനോഹരെ, എന്തൊക്കെയാണ് ഇവര് പറയണത്? ഇത് നിന്റെ അമ്മാവന്റെ മോളല്ലേ? ഞാൻ ഇവന്റെ അമ്മാവന്റെ മോളോ? അതെ, എന്നോട് അങ്ങനെയാ പറഞ്ഞത്. നല്ല കഥയായി. ഇവന്റെ അച്ഛനും അമ്മ ആരാന്ന് ഇവനെ പോലും അറിയില്ല എന്ന് പറയണ്ടേ. അല്ല, മേഡത്തിന്റെ ഭർത്താവാണ് ഇതാണെന്ന് മേഡം പറഞ്ഞല്ലോ. മേഡം ഇവന്റെ അമ്മേനെയോ അച്ഛനെയോ ആരെയും കണ്ടിട്ടുണ്ടോ? ഇല്ല. ബന്ധുക്കളെ കണ്ടിട്ടുണ്ടോ? അതും ഇല്ല. പിന്നെ എങ്ങനെയാ മേഡം ഇത്രയും പഠിപ്പും വിവരവും ബുദ്ധിയൊക്കെ ഉള്ള പെൺകുട്ടി ഇങ്ങനെ ഈ വലയിലേക്ക് വന്ന് ചാടുന്നത്? കഷ്ടം തന്നെ എന്ന് കിരൺ പറയാണ്. എന്ത് പറ്റി? ഒരു അബദ്ധം പറ്റി, അതുകൊണ്ട് ഞാൻ അത് തിരുത്താൻ വേണ്ടിട്ടാ വന്നിരിക്കണത് എന്ന് പറയുമ്പോ മനോഹറിന്റെ കാര്യം മനസ്സിലായി. മനോഹർ അവിടെ നിന്ന് ഓടാൻ പോകുമ്പോഴേക്കും കിരൺ ഇങ്ങനെ പിടിക്കുക കേട്ടോ. ശേഷം പോലീസുകാരൊക്കെ വരുന്നുണ്ട്. പോലീസുകാരൊക്കെ വളഞ്ഞിട്ട് മനോഹറിനെ പിടിക്കുകയാണ്. എടാ, നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, നിനക്ക് സാക്ഷി പറയാൻ ഒരാളല്ലേ ഉള്ളത്, നിന്റെ ഒത്തിരി ഭാര്യമാര് നാളെ സാക്ഷി പറയാൻ വേണ്ടി കോടതിയിൽ വരുന്നില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും മനോഹർ, വേണ്ട, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ വീട്, അത് ഞാനല്ല, എന്നെപ്പോലുള്ള വേറെ ആരുമാണ് പെണ്ണുങ്ങളൊക്കെ പറ്റിക്കണത്, ഞാനല്ല എന്ന് പറയാണ്. എടാ മനോഹറെ, നിന്റെ നാടകമൊക്കെ അവസാനിച്ചിട, നീ ആരാണെന്നും എന്താണെന്നും എല്ലാവർക്കും മനസ്സിലായി. നോക്ക്, നിന്നെ ഇവിടെ നിന്ന് നേരെ കൊണ്ടുപോകുന്നത് ജയിലിലേക്കാണ്. ജയിലിൽ നേരെ നാളെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം നിനക്ക് ഏത് കോടതിയിൽ വിധി എഴുതിയിട്ട് എവിടേക്കാണെന്നുള്ളത് നിനക്ക് നാളെ അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ്. അങ്ങനെ പോലീസുകാരെല്ലാരും വലിച്ചഴിച്ച് മനോഹറിനെ ജയിലിലേക്ക് കൊണ്ട് ജയിലിലിടാട്ടോ. അപ്പൊ കിരണും കരുണയും പറയണ്ടേ, അല്ല മേഡത്തിന്റെ അടുത്ത പ്ലാൻ എന്താ? 3 ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ തിരിച്ച് അമേരിക്കയിൽ പോകും. എനിക്ക് ഒരു പ്രാവശ്യം കൂടി അവനൊന്ന് കാണണം. എന്നെ ഇത്ര സമർത്ഥമായിട്ട് പറ്റിച്ചവനല്ലേ, ഞാൻ ഒരു പ്രാവശ്യം കൂടി കണ്ടിട്ട് ഇവിടുന്ന് പോകുവാണ് എന്ന് പറയാണ്. ശരി മേഡം, എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ആയിക്കോട്ടെ, നാളെ കോടതിയിൽ കറക്റ്റ് സമയത്ത് വരില്ലേ എന്ന് വരും എന്ന് പറയണം. അങ്ങനെ അവരുടെ ഇറങ്ങുവാട്ടോ. കിരണും കല്യാണി ഇറങ്ങാണ്. മരിയ വീണ്ടും ജയിലിലേക്ക് പോകുമ്പോഴേക്കും അവിടെ നമ്മുടെ മനോഹർ അവിടെ കിടക്കുന്നുട്ടോ. മനോഹരത്ത് മരിയ പറയണ്ട്, എടാ മനോഹറെ, എന്റെ കയ്യിൽ 2 ടിക്കറ്റ് ഉണ്ട്, ഒന്ന് നിനക്കും ഒന്ന് എനിക്കും. പക്ഷെ നീ ജയിലിലായി പോയല്ലോ, അതുകൊണ്ട് നിനക്ക് ഇനി വരാൻ പറ്റില്ല അമേരിക്കയില്. അതുകൊണ്ട് ഞാൻ അമേരിക്കയിൽ പോവാ. പക്ഷെ ഇന്നല്ല കേട്ടോ, 4 ദിവസം കഴിഞ്ഞിട്ടാണ്. നാളെ നിന്നെ കോടതിയിൽ ഹാജരാക്കുവാണല്ലോ, ഞാനും വരുന്നുണ്ട് കോടതിയിൽ നിനക്കെതിരെ സാക്ഷി പറയാനായിട്ട്. എടാ, എത്ര പെണ്ണുങ്ങളെ നീ പറ്റിച്ചടാ, ചതിച്ചടാ, എത്ര പെണ്ണുങ്ങള് നിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവോടാ, എത്രയോ പെണ്ണുങ്ങൾ ഇന്ന് കഷ്ടപ്പെടുന്നുണ്ടാവും, കുടുംബം പുലർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടാവും. അതിന്റെയൊക്കെ ശാപാടിത്. നീ ഒരിക്കലും ഗുണം പിടിക്കില്ലടാ, നിനക്കെതിരെ നാളെ കോടതി സാക്ഷി പറയാൻ ഞാൻ മാത്രമല്ല നിന്റെ ഭാര്യമാരും ഉണ്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട് മരിയ അവിടെ നിന്ന് പോകാട്ടോ. അതേസമയം നമ്മുടെ മനോഹർ ഇങ്ങനെ ജയിലിലായ കാര്യം രാഹുൽ അറിയുന്നുണ്ട്. രാഹുൽ ഈ കാര്യം നമ്മുടെ വിക്രത്തിനോടും ഗംഗപ്രസാദിനോടും പറയുന്നുണ്ട്. അതെ, മനോഹർ ഉണ്ടല്ലോ, അവന്റെ ഇവിടെ ജയിലിൽ കിടക്കുന്നുണ്ടെന്ന് പറയാണ്. ജയിലിലോ എന്ന് വിക്രം ചോദിക്കുമ്പോ, അതെ, ഞാൻ പറഞ്ഞില്ലേ എന്റെ മോള് അവന്റെ തല അടിച്ച് പൊട്ടിച്ചു എന്ന്. അതിനുശേഷം എന്റെ അനന്തരവനും അതുപോലെ തന്നെ അവൻ കല്യാണം കഴിച്ച കുറച്ച് പെണ്ണുങ്ങളും കൂടി അവനെ കുടുക്കി. അവനിപ്പോ ജയിലിലാണ്. നാളെ മിക്കവാറും അവനെ കോടതിയിൽ ഹാജരാക്കും. അവിടെ നിന്ന് റിമാൻഡ് ചെയ്യാണ് പതിവ്. അത് കഴിഞ്ഞാൽ മിക്കവാറും അവനെ ചിലപ്പോൾ ഈ ജയിലിൽ കിടത്തില്ലായിരിക്കും, വല്ല കോട്ടയത്തോ തൃശ്ശൂരോ എങ്ങനെ പോകാനാണ് ചാൻസ്. ഇന്നൊരു ദിവസം മാത്രമേ അവൻ ഈ ജയിലിൽ എനിക്ക് കിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇന്ന് നന്നായിട്ട് അവനൊന്ന് പെരുമാറണോടാ എന്ന് രാഹുൽ ഗംഗപ്രസാദിനോട് പറയാണ്. ഗംഗപ്രസാദ് പറയണ്ട്, വേണ്ട അങ്കിളെ, എടുത്ത് ചാടരുത്, ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ട്, അങ്കിളുടെ കാലാവധി കൂട്ടു എന്ന് പറയുമ്പോ അതൊന്നും ഒരു കുഴപ്പമില്ല, എന്റെ മോളെ ചതിച്ചവനെ എനിക്ക് ഇഞ്ചിഞ്ചായിട്ട്
പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണമെന്ന് രാഹുൽ പറയാണ്. അങ്ങനെ രാഹുലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മനോഹരനൊന്ന് കാണാനും അവരിട്ട് രണ്ട് പൊട്ടിക്കാനും വേണ്ടി തന്നെ തീരുമാനിച്ച് രാഹുലിന്റെ അടുത്തേക്ക് ഇങ്ങനെ മനോഹറിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട് പ്രൊമോയില്. ഗംഗപ്രസാദ് വിക്രത്തിനോട് പറയുന്നുണ്ട്, ഹോ എന്നാലും അവൻ ഈ അവസ്ഥ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിടാം. ഞാൻ അപ്പോഴേ ചേട്ടനോട് പറഞ്ഞില്ലേ, മനോഹർ എന്നല്ല ആരാണെങ്കിലും അവരുടെ മുമ്പിൽ വീണു പോവും. ആ കിരണിനെ കല്യാണിന്റെ മുമ്പിൽ. അതിനെ കാരണം എന്താണെന്നറിയാവോ? ആ കല്യാണിന്റെ കൂടെ ദൈവമുണ്ട്, കിരണിന്റെ കൂടെ പണവും ഉണ്ട്, സ്വത്തുക്കളും ഉണ്ട്, അതുപോലെ തന്നെ അയാളുടെ അച്ഛനും അമ്മയൊക്കെ കോടീശ്വരന്മാരാ. പിന്നെ ഗുണ്ടകളെല്ലാം അവരുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അവരെ പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ സാധിക്കില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, അതെന്താടാ, നേരായ വഴി കൂടിയിട്ടാണ് അവര് സഞ്ചരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം എപ്പോഴും അവർക്ക് തന്നെ ലക്ക് വരുന്നത്. ഇല്ലടാ, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് ലക്ക് വരില്ല. ഒരു കണക്കിന് ഞാൻ ശരിക്കും അവരുടെ വലയിൽ പെട്ടുപോയതുകൊണ്ടാ, അല്ലെങ്കിൽ എന്നെ തോൽപ്പിക്കാനൊന്നും ആ കിരണിനെ പറ്റില്ലായിരുന്നു എന്ന് വിക്രത്തിനോട് പറയാണ് ഗംഗപ്രസാദ്. എന്തായാലും ഇവിടുന്ന് ജയിലിൽ ചാടുമ്പോൾ ഞാൻ ആദ്യം ഇല്ലാതാക്കാൻ പോകുന്നത് ആ കല്യാണിനെയും കാർത്തികേനെയാണ്. അതിനുശേഷം അവരുടെ കുടുംബത്തിൽ ഓരോരുത്തരും ഞാൻ ഇല്ലാതാക്കണമെന്ന് പറയാണ്. ചേട്ടൻ പേടിക്കണ്ടേട്ടാ, ഏട്ടൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കാൻ ഉടനെ തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങും എന്നൊക്കെ വിക്രവും പറഞ്ഞു. ഞാൻ എങ്ങനെയൊക്കെ ജയിലിൽ ചാടി ചേട്ടന്റെ കൂടെ വരും എന്നൊക്കെ വിക്രവും പറയാട്ടോ. അങ്ങനെ നാളെ നമ്മുടെ മനോഹറിനെ ജയിലിലേക്ക് കൊണ്ടുപോവാണ്. ഭയങ്കര ആഘോഷമായിട്ടാണ് ജയിലിലെ നമ്മുടെ മനോഹറിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. കോടതിയിൽ വരാന്തര മുറ്റത്ത് കുറെ പെണ്ണുങ്ങളെ നിരത്തി നിർത്തിയേക്കാണ് മനോഹറിനെ ആരതി ഇങ്ങനെ ഒഴിയാനും പുഷ്പങ്ങൾ കൊണ്ട് ഇങ്ങനെ സ്വാഗതം ചെയ്യാനും വേണ്ടിട്ട്. മനോഹർ നാണം കെട്ടു പോകാട്ടോ. അങ്ങനെ നാളെ തന്നെ കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് മനോഹരൻ ഫസ്റ്റ് തന്നെ മനോഹറിന്റെ കേസാട്ടോ കോടതി എടുക്കുന്നത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറയണ്ടാവും. ജഡ്ജിയും അവിടെയുള്ള കാര്യങ്ങളൊക്കെ മനോഹറിനോട് ഒരുന്ന് ചോദിക്കുമ്പോൾ മനോഹർ തൊലി ഉരിഞ്ഞു പോകണം. എല്ലാവരും ഇങ്ങനെ കളിയാക്കി ചിരിക്കാട്ടോ മനോഹറിനെ. അതിനുശേഷം ജഡ്ജി അവസാനം വിധി എഴുതാണ്. മനോഹർ എന്ന മൂന്നാർ മുരുകന് ഈ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് പറയുമ്പോൾ മനോഹർ കുടുങ്ങിപ്പോണം. മനോഹറിന് മനസ്സിലായി ഇനി തനിക്ക് ഒരു ജീവിതവും ഇല്ല, തന്റെ ജീവിതം ഇനി ജയിലിലാണ്. ഇനി അഥവാ തനിക്കൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ ജയിലിൽ നിന്ന് എങ്ങനെയും പുറത്തേക്ക് ചാടണം എന്ന് മനോഹർ മനസ്സിലാവാണ്. മനോഹർ വിചാരിക്കണേ എങ്ങനെയെങ്കിലും ഇവിടുത്തെ ജയിലിൽ തന്നെ കിടക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഗംഗ ഇവിടെ ഉണ്ടല്ലോ, ഗംഗപ്രസാദ് ഇവിടെ ഉണ്ടല്ലോ, അവന്റെ കൂടെ ജയിലിൽ ചാടാൻ പറ്റുമെങ്കിൽ ഒന്ന് ജയിൽ ചാടി എങ്ങനെയെങ്കിലൊക്കെ ഈ നാട് വിടണം എന്ന് മനോഹർ മനസ്സിലുറപ്പിക്കാട്ടോ. ശേഷം കോടതി പിരിയുമ്പോഴേക്കും നമ്മുടെ മനോഹറിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോലീസുകാർ പോകുമ്പോഴേക്കും മനോഹറിന്റെ ഭാര്യമാരൊക്കെ മനോഹറിന്റെ കൂടെ ഉണ്ട് കേട്ടോ. അതായത് നിഷയുണ്ട്, അതുപോലെ തന്നെ ജുബാനയുണ്ട്, ഇപ്പൊ പറഞ്ഞ മരിയുണ്ട്, കല്യാണിയുണ്ട്. കല്യാണി ഭാര്യയല്ല, കല്യാണിയുണ്ട്. എല്ലാവരും കൂടെ അവിടെ നിരന്ന് നിൽക്കുകയാണ്. എല്ലാവരും മനോഹറിനെ കളിയാക്കി ചിരിക്കാണ്ട്. പോടാ ഇനി നിനക്ക് ഒരിക്കലും പുറം ലോകം കാണാൻ പറ്റില്ല. നിനക്ക് 4 നേരം ഫുഡ് കിട്ടും, അതാണ് ഞങ്ങൾക്കൊരു വിഷമം. എന്നാലും കുഴപ്പമില്ല, കുറെ പെണ്ണുങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടല്ലോ. അവസാനമായിട്ട് നിന്റെ കയ്യിൽ നിന്ന് മരിയനെ രക്ഷപ്പെടുത്തി, നീ ദേനെ രക്ഷപ്പെടുത്തി, അതിന്റെ ഒരു സന്തോഷം ഉണ്ടെന്ന് കല്യാണി പറയാണ്. കല്യാണിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത്രോ നാളും ഒരു പെൺകുട്ടി പോലും എനിക്ക് ശത്രുവായിട്ട് നിന്നിട്ടില്ല. അതായത് ഒരു പെൺകുട്ടി ഞാൻ ശത്രുവായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു ശത്രുവായിട്ട് കാണുന്ന ഒരു പെൺകുട്ടി അത് കല്യാണിയാണ്. ഇവിടെ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ പുറത്തു ചാടണമെങ്കിൽ കല്യാണിക്കൂടി അടി കൊടുത്തിട്ട് ഞാൻ പോകുള്ളൂ എന്നൊക്കെ മനോഹറും മനസ്സിൽ ഉറപ്പിക്കാട്ടോ. അപ്പൊ അങ്ങനത്തെ ഭാഗങ്ങളാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.